ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ബയോളജിയുടെ 4ാമത്തെ പാഠഭാഗത്തിന്റെ പേര് ബ്രീത്തിങ് ഫോർ എനർജി എന്നാണ്. ബ്രീത്തിങ് ഫോർ എനർജി എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഊർജത്തിനായിട്ട് നമ്മൾ ശ്വസിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഇതിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്, അതുപോലെ അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതെല്ലാം, അങ്ങനെയുള്ള ഏതാനും ചില കാരണങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബ്രീത്തിങ്, വാട്ട് യു മീൻ ബൈ ബ്രീത്തിങ് എന്ന് നമുക്ക് പറയാം. ബ്രീത്ത് ചെയ്യുക, ശ്വസനം എന്ന് പറയുന്ന ഭാഗം. എന്താണ് ബ്രീത്തിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശ്വസിക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് the intake of oxygen and expel carbon dioxide. ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും പകരം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയും ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രീത്തിങ് എന്ന്. മനസ്സിലാവുന്നുണ്ടോ മകളെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ബ്രീത്തിങ്ങിനെ നമുക്ക് എങ്ങനെ ബ്രീത്തിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തെ ശരീരത്തിന് പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രീത്തിങ്. ഇനി എന്താണ് റെസ്പിറേഷൻ? വാട്ട് യു മീൻ ബൈ റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഈസ് ദ കോംപ്ലക്സ് പ്രോസസ് ബൈ വിച്ച് ദ റിലീസ് ഓഫ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ ദ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസുകൾക്ക് വിഘടനം നടത്തി, ന്യൂട്രിയന്റുകളെ വിഘടിപ്പിച്ച് ദഹനഫലമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രിയന്റുകളെ, പോഷക ഘടകങ്ങളെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് എനർജി, ഊർജം സ്വതന്ത്രമാക്കുന്ന വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പിറേഷൻ ഈസ് ദ കോംപ്ലക്സ് പ്രോസസ് ബൈ വിച്ച് ദ റിലീസിംഗ് ഓഫ് എനർജി ബൈ ബ്രേക്ക് ഡൗൺ ദ ന്യൂട്രിയൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ആരുടെ സാന്നിധ്യത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ എത്തപ്പെടുന്ന പോഷക ഘടകങ്ങളെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് എനർജി, ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു മക്കളെ. എന്ത് പേര് വിളിച്ചു? റെസ്പിറേഷൻ എന്ന് വിളിച്ചു. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന, അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒട്ടനവധി അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു ശ്വസന വ്യവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ്. എന്തൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ, ഏതൊക്കെയാണ്? നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കിടപ്പുണ്ട്. ഓരോ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളും അടയാളപ്പെടുത്തി അതിന്റെ പാർട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, മറ്റൊന്നും പറയാൻ പോകുന്നില്ല. നോക്കാം എന്തൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ എന്ന് നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് ഞാൻ നിങ്ങളെ മറ്റൊരു വാക്ക് പരിചയപ്പെടുത്തുകയാണ്. റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മുടെ ശ്വാസം കയറിപ്പോകുന്ന വഴിയാണ്. മനസ്സിലാകുന്നുണ്ടോ? റെസ്പിറേറ്ററി ട്രാക്ട് എന്താണ്? റെസ്പിറേറ്ററി ട്രാക്ട് എന്നാൽ ഇറ്റ് ഈസ് ദ പാത്വേ ഓഫ്, എന്താണ്? ഇറ്റ് ഈസ് ദ പാത്വേ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഫ്രം ദ നോസ്ട്രിൽസ് ടു ദ ആൽവിയോളി. മൂക്കിൽ തുടങ്ങി ആൽവിയോളയിൽ അവസാനിക്കുന്ന, എന്താണ് ആൽവിയോള എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കും. മൂക്ക് നോസ്ട്രിൽസിൽ തുടങ്ങി ആൽവിയോളയിൽ അവസാനിക്കുന്ന അന്തരീക്ഷ ഓക്സിജന്റെ സഞ്ചാരപാത, ആ പാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി ട്രാക്ട്. The respiratory system, ശ്വസന വ്യവസ്ഥ, that helps to intake of oxygen and expel carbon dioxide. ഓക്സിജനെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നതിനും സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നോക്കാം. നോക്കിക്കോ, ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് നോക്കുക, നോസ്ട്രിൽസ്. ഒന്നാമത്തെ ഭാഗമാണ് ആര്? നോസ്ട്രിൽസ്, നാസാദ്വാരം എന്ന് പറയുന്നു. രണ്ടാമത്താണ് നേസൽ ക്യാവിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? നാസാദ്വാരം. നാസാദ്വാരം. ഇത് നാസാഗഹ്വരം. മനസ്സിലാകും?
ഭാഗങ്ങൾ. ആൽവിയോളെ എന്ന് പറഞ്ഞാൽ ആൽവിയോളെ അല്ലെങ്കിൽ വായു അറ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നോക്കാം, എന്താണ് ആദ്യത്തെ ഭാഗം? നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an opening through which the air passes in and out of the body. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ശരീരത്തിനകത്തേക്കും ശരീരത്തിനകത്ത് നിന്ന് അറ്റ്മോസ്ഫിയറിലേക്കും വായുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുവാൻ, കയറി പോകുവാൻ സഹായിക്കുന്ന ഓപ്പണിംഗ്. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരം എന്ന് നമ്മൾ വിളിച്ചു. മനസ്സിലാകുന്നുണ്ടോ? നോസ്ട്രിൽസിനെ പിന്തുടർന്ന് ലീഡ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ക്യാവിറ്റി, കനാലിനെ വിളിക്കുന്ന പേരാണ് നേസൽ ക്യാവിറ്റി. നാസാഗഹ്വരം എന്ന് നമുക്ക് വിളിക്കാം. നോക്കിക്കോണേ പറഞ്ഞിരിക്കുന്നത്, the cavity which connects nostrils to the trachea. നോസ്ട്രിൽസിനെയും നാസാദ്വാരത്തെയും ട്രക്കിയെയും ശ്വാസനാളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ക്യാവിറ്റി വഴി, ആ വഴിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നേസൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇതുവരെ മക്കളെ വിളിക്കുന്നത് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് നാസാഗഹ്വരം എന്ന് വിളിക്കും. അടുത്ത മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്ന ട്രക്കിയ. നോക്കാം, എന്താണ് ട്രക്കിയ? ഇയാളെ നമുക്ക് മറ്റൊരു പേര് കൂടി വിളിക്കാം, വിൻഡ് പൈപ്പ് എന്ന് കൂടി വിളിക്കാം. ഇതുവരെ വിളിക്കുന്നത് വിൻഡ് പൈപ്പ്. നോക്കാം നമുക്ക് ട്രക്കിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താ ട്രക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ പറഞ്ഞിരിക്കുന്നത്, ദ ലോങ് ട്യൂബ്. എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? നീളമുള്ള ഒരു ട്യൂബ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. The trachea is a long tube straightened by C-shaped cartilaginous rings. നീളമുള്ള ഒരു ട്യൂബാണ്, അത് സ്ട്രെയിറ്റ് ചെയ്ത് കാണപ്പെടുന്നു. ആരുടെ സഹായത്തോടു കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്? സി ആകൃതിയിലുള്ള ഒരു കാർട്ടിലേജിനസ് റിങ്, തരുണാസ്ഥികൾ കൊണ്ട് നിർമ്മിതമായ സി ആകൃതിയിലുള്ള വളയങ്ങൾ ഇതിന് മുകളിൽ ഇങ്ങനെ അടുക്കി ഇതിന്റെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് സ്ട്രെയിറ്റ് ആയി കാണപ്പെടുന്നു. The cartilaginous rings that helps to always the trachea become always open. ഈ റിങ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഈ ട്രക്കിയ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും, ഇത് അടഞ്ഞു പോകത്തില്ല എന്നാ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട് മക്കളെ? അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു? ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? നോസ്ട്രിൽസ്. എന്തായിരുന്നു നോസ്ട്രിൽസ്? an opening which the air passes in and out of the body. ശരീരത്തിനകത്തേക്കും ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്കും വായുവിന് സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഓപ്പണിംഗ്, അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു നോസ്ട്രിൽസ് എന്ന് വിളിച്ചു. ആ നോസ്ട്രിൽസിനെയും ട്രക്കിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്യാവിറ്റിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു നേസൽ ക്യാവിറ്റി എന്ന് വിളിച്ചു. ട്രക്കി എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് എ ലോങ് ട്യൂബ്, നീളമുള്ള ഒരു ട്യൂബ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. വളരെ നീളമുള്ള ഒരു ട്യൂബാണ്, സ്ട്രെയിറ്റൻഡ് ബൈ സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്. അത് വളരെ സ്ട്രെയിറ്റ് ആയി കാണപ്പെടുന്നു. സി ആകൃതിയിലുള്ള കാർട്ടിലേജ്, തരുണാസ്ഥികൾ കൊണ്ട് നിർമ്മിതമായ വലയങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ നീളമുള്ളത് സ്ട്രെയിറ്റ് ആയി കാണപ്പെടുന്നു എന്നാ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? The C-shaped cartilaginous rings that always അല്ലെങ്കിൽ helps to always open in the trachea. ട്രക്കിയെ എപ്പോഴും തുറന്നിരിക്കുവാൻ സഹായിക്കുന്നു ആ C-shaped ആയിട്ടുള്ള cartilaginous ring എന്നാ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? The trachea become divided into two branches. ഇങ്ങനെ വരുന്ന ഈ ട്രക്കിയ ഇങ്ങനെ വരുന്ന ഈ ട്രക്കിയ എത്ര ബ്രാഞ്ചുകളായി ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? 2 ബ്രാഞ്ചുകളായി ഡിവൈഡ് ചെയ്യുന്നു, 2 ശാഖകളായി വിളിക്കുന്നു. അവയെ നമ്മൾ വിളിക്കുന്നവരാണ് ബ്രോങ്കസ് എന്ന് വിളിക്കുന്നു. ബ്രോങ്കസ്. ആ ശാഖകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബ്രോങ്കസ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അപ്പൊ ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ? ബ്രോങ്കസ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയെ ദാറ്റ് എൻഡേഴ്സ് ടു ദ ലങ്സ്. ട്രക്കിയെ രണ്ടായിട്ട് വിഭജിക്കുന്നു, അത് എന്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു? ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് റിംഗ്. ഇതും എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നു? കാർട്ടിലേജിനസ് റിംഗുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നു. ഇൻസൈഡ് ദ ലങ്സ് the bronchus become divided into further small branches or fine branches. ശ്വാസകോശത്തിനകത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രോങ്കസുകൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ശാഖോപശാഖകളായി പിരിയുന്നു. These small branches are called bronchioles. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് bronchioles. ഇത് ബ്രോങ്കസിന്റെ മലയാളം ശ്വസനിക എന്നാണ്. ശ്വസനിക. ബ്രോങ്കിയോൾസ് ശ്വസനികകൾ. തിരിഞ്ഞു പോകരുത്. ട്രക്കിയ എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. ശ്വസനികകൾ. ബ്രോങ്കസ് വീണ്ടും ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു, ചെറിയ ശാഖോപശാഖകളായി വിഘടിക്കുന്നു. ആ ശാഖകളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ബ്രോങ്കിയോൾസ് എന്ന്. ഇതുവരെ വിളിച്ചത് ബ്രോങ്കിയോൾസ് എന്ന് വിളിച്ചു. മനസ്സിലാവുന്നോ? The bronchioles ends into a air-filled cavity or air-filled sac called alveoli. ഈ ബ്രോങ്കിയകൾ എവിടെ അവസാനിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? വായു നിറഞ്ഞു നിൽക്കുന്ന ഒരു അറയ്ക്കുള്ളിൽ അവസാനിക്കുന്നു. ഈ വായു നിറഞ്ഞു നിൽക്കുന്ന അറയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളെ എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആൽവിയോളെ എന്ന പേരിൽ അറിയപ്പെടുന്ന വായു നിറഞ്ഞു നിൽക്കുന്ന അറയ്ക്കുള്ളിലാണ് എന്ത് അവസാനിക്കുന്നത്? നമ്മുടെ ബ്രോങ്കിയോൾസ് ചെന്ന് എൻഡ് ചെയ്യും. മനസ്സിലാകുന്നു മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ പറയാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കിയേ. എന്താ അപ്പം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഭാഗം ഏതാണ്? നോസ്ട്രിൽസ്, അടുത്ത നേസൽ ക്യാവിറ്റി, ട്രക്കിയ, ബ്രോങ്കിയോൾസ് ആൻഡ്
അപ്പൊ എന്താണ് നോസ്ട്രിൽസ് എന്തായിരുന്നു? ഇറ്റ്സ് ദ ഓപ്പണിംഗ് ഇൻ വിച്ച് ദ എയർ പാസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിനകത്തേക്കും പുറത്തേക്കും വായു കടന്നു പോകുന്ന വഴിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നോസ്ട്രിൽസ്. The nasal cavity is the cavity that connects the nostrils to the tracheae. നോസ്ട്രിൽസിനെയും ട്രക്കിയെയും നാസാദ്വാരത്തെയും ശ്വാസനാളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം എന്ന് വിളിച്ചു. ട്രക്കിയയുടെ ബ്രാഞ്ചിനെ ബ്രോങ്കി ആർ ദ ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയെ ദാറ്റ് എൻഡേഴ്സ് ഇൻ ദി ലങ്സ്. ട്രക്കിയ രണ്ടായിട്ട് വിഭജിക്കുന്നു, അവ ഓരോന്നും ഓരോ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ശാഖകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബ്രോങ്കി എന്ന് വിളിച്ചു. ഇൻസൈഡ് ദ ലങ്സ്, എന്തിനുള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലങ്സിനുള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ബ്രോങ്കി എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു, ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ബ്രോങ്കിയോൾസ് എന്ന് വിളിച്ചു. മനസ്സിലാവുന്നോ? ആൽവിയോളി ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ സീൻ ഇൻ ദ ടിപ്പ് ഓഫ് ദ ബ്രോങ്കിയോൾസ്. ആൽവിയോളി എന്ന് പറയുന്നത് വായു നിറഞ്ഞു നിൽക്കുന്ന ഒരു അറയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ കാണപ്പെടുന്നു? ബ്രോങ്കിയോൾസിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ഇലാസ്റ്റിക് ഇൻ നേച്ചർ, ഇവർക്ക് എന്ത് നേച്ചറാണ്? വലിയുവാനും ചുരുങ്ങുവാനുമുള്ള നേച്ചർ അല്ലെങ്കിൽ കഴിവുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The gaseous exchange takes place in the alveoli. Gaseous exchange ചെയ്യുക, വാതക വിനിമയം. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആൽവിയോളയ്ക്കുള്ളിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്ന ഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജസ് റിങ്സ്, സി ഷേപ്ഡ് കാർട്ടിലേജസ് റിങ്സ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ബ്രോങ്കയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജസ് റിങ്ങുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകും, നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ആളാണ് ലങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്വാസകോശം എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ശ്വാസകോശങ്ങളാണ് നമുക്ക്. ഈ ബ്രോങ്കെ എന്ന് പറയുന്ന ഭാഗം തൊട്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ശ്വാസകോശങ്ങൾക്ക് അകത്ത കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശ്വാസകോശത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഭാഗത്തെ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവേർഡ് ബൈ ലങ്സ് ഈസ് കാൾഡ് പ്ലൂറ. നമ്മൾ മൂന്നാമത്തെ പാഠഭാഗത്തില് ഹൃദയത്തെ ആവരണം ചെയ്തുകൊണ്ട് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ആവരണം ഉണ്ട് എന്ന് പറയുന്നതിന്റെ കൂട്ട് ശ്വാസകോശത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്നവരാണ് പ്ലൂറ എന്ന് വിളിക്കും. പ്ലൂറ. മനസ്സിലാവുന്നുണ്ടോ? The membrane in between the pleura there is a fluid called a pleural fluid. ഈ മെംബ്രെയിൻ ഇടയ്ക്ക് ഒരു ദ്രാവകം, ആ രണ്ട് സ്ഥല പാളികൾക്കിടയ്ക്ക് എന്ത് കാണപ്പെടുന്നു? ഒരു ദ്രാവകം കാണപ്പെടുന്നു. ആ ദ്രാവകത്തെ നമ്മൾ വിളിക്കുന്ന പേരാണത് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന്. അതിന്റെയും ധർമ്മം മറ്റൊന്നുമല്ല, നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ അകത്തേക്ക് കയറുമ്പോൾ ശ്വാസകോശം വികസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ഇത് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നതാണ് ആരുടെ പ്രധാന ധർമ്മമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഈ പ്ലൂറൽ ധർമ്മമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അടുത്ത മറ്റൊരു ഭാഗത്തെ കുറിച്ചുകൂടെ പരിചയപ്പെടുത്തുന്നു. ഡയഫ്രം. ഇറ്റ് ഇസ് എ മസ്കുലാർ വാൾ. പേശികൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഭിത്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡയഫ്രം. ദാറ്റ് സെപ്പറേറ്റ്സ് ദ thoracic cavity and abdominal cavity. thoracic cavity എന്ന് പറഞ്ഞാൽ ഔരസാശയം. ഔരസാശയം എന്ന് പറഞ്ഞാൽ നെഞ്ചു ഭാഗമാണ്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഉദരാശയം, വയർ ഭാഗം. അപ്പം നമ്മുടെ ഔരസാശയത്തെയും ഉദരാശയത്തെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന മസ്കുലാർ വാൾ, മസിലുകൾ കൊണ്ട് പേശികൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഭിത്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് പേര് വിളിക്കുന്നു? ഡയഫ്രം എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്. നമ്മുടെ